മുത്തശ്ശി, ഞാൻ പോയി വരാം. അകത്തേക്ക് നോക്കിയവൾ വിളിച്ചു പറഞ്ഞു. നോക്കിപ്പോണേ അനുമോളെ, മഴയുള്ളതല്ലേ, വല്ല ഇഴജന്തുക്കളും കാണും. ഇനി ഞാൻ വരുന്നത് വരെ അവിടെ അടങ്ങിയിരുന്നോണം. ഓടിപ്പാഞ്ഞ് ഓരോന്നെടുക്കാൻ നിൽക്കണ്ട, മുറ്റത്തൊക്കെ അപ്പടി വഴുക്കലാണ്. അതും പറഞ്ഞവൾ സാരി ഒതുക്കി പിടിച്ച് റോഡിലേക്ക് ഇറങ്ങി. ഈശ്വരാ, എൻ്റെ കുട്ടിയെ കാത്തോനെ. എൻ്റെ കണ്ണടഞ്ഞാൽ എൻ്റെ കുട്ടി എന്ത് ചെയ്യും? അവൾ പോകുന്നതും നോക്കി അവർ പ്രാർത്ഥിച്ചു. 17ാമത്തെ വയസ്സിൽ തൻ്റെ വീടും വീട്ടുകാരെയും ഉപേക്ഷിച്ച് വീട്ടിലെ കാര്യസ്ഥൻ്റെ മകനായ അറുമകൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നതാണ് സരസ്വതി അമ്മ. രണ്ടുപേരും നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. 4 വർഷം കഴിഞ്ഞിട്ടാണ് അവർക്കൊരു കുഞ്ഞുണ്ടായത്, ലക്ഷ്മി. ലക്ഷ്മി ഉണ്ടായി 2 വർഷം കഴിയും മുമ്പ് ഒരാൾ കൂടി ഉണ്ടായി, ഹരിദാസൻ. സരസ്വതിയുടെയും അറുമുഖൻ്റെയും വീട്ടുകാരുമായി യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല എങ്കിലും അതൊന്നും അവരെ ബാധിച്ചില്ല. നല്ല സന്തോഷത്തോടെ തന്നെ അവർ ജീവിച്ചു. അങ്ങനെ ലക്ഷ്മിക്ക് വിവാഹപ്രായമായപ്പോൾ അറുമുഖൻ്റെ കൂട്ടുകാരനായ വേലായുധൻ്റെ മകൻ മാധവൻ അവൾക്ക് ആലോചനയുമായി വന്നു. 2 വീട്ടുകാർക്കും എതിർപ്പില്ലാത്തതിനാൽ അവർ സന്തോഷപൂർവ്വം അത് നടത്തി. വിവാഹം കഴിഞ്ഞ് 1 വർഷമായപ്പോഴേക്കും ലക്ഷ്മി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. അതാണ് അനുപല്ലവി. മാധവൻ തമിഴ്നാട്ടിൽ ഒരു ഹോട്ടലിൽ ആയിരുന്നു ജോലി. പോയി മാസത്തിൽ 3-4 ദിവസം ലീവിന് വരും. അനുവിന് 9 വയസ്സുള്ളപ്പോൾ അടുത്തുള്ള അമ്പലത്തിൽ പോയി വരികയായിരുന്നു അവർ എല്ലാവരും. അന്ന് മാധവനും ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് തടി കൊണ്ടുപോകുന്ന വലിയൊരു ലോറി ബാലൻസ് തെറ്റി അവർക്ക് നേരെ വന്നത്. അത് അവരിൽ നിന്നും 3 ജീവൻ കൊണ്ടാണ് പോയത്. ലക്ഷ്മി, മാധവൻ, ഹരിദാസൻ. ഒരു നിമിഷം കൊണ്ട് അനു അനാഥയായി. സരസ്വതിക്കും അറുമുഖനും അവരുടെ മക്കളെ നഷ്ടമായി. പിന്നീട് അങ്ങോട്ട് അനു മാത്രമായിരുന്നു അവർക്കെല്ലാം. മാധവൻ്റെ വീട്ടുകാരും അവരെ മെല്ലെ കൈയൊഴിഞ്ഞു. അവൾക്കും മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമായിരുന്നു എല്ലാം. അവളെ പൊന്നുപോലെ നോക്കാൻ വേണ്ടി അവർ 2 പേരും കിട്ടുന്ന പണിക്കെല്ലാം പോയി. അവളെ നല്ല രീതിയിൽ തന്നെ വളർത്തി. 8 വർഷം മുൻപ് ഒരു നെഞ്ചുവേദന വന്ന് മുത്തശ്ശനും പോയി. പിന്നീട് അങ്ങോട്ട് ആ കുഞ്ഞു വീട്ടിൽ അവർ 2 പേരും മാത്രമായി. അനു നന്നായി പഠിക്കുമായിരുന്നു. എങ്കിലും മുത്തശ്ശിക്ക് കൂടി വയ്യാതായതോടെ +2 നല്ല മാർക്കോടെ പാസ്സായ അവൾ മുന്നോട്ട് പോവാനാവാതെ ടൗണിൽ ഉള്ള ഒരു വലിയ ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് കയറി. മെയിൻ റോഡിൽ കയറിയപ്പോഴേ കണ്ടു 8:30-ൻ്റെ സിൽവർ ലൈൻ വരുന്നത്. അവൾ വേഗത്തിൽ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ബസ്സിൽ കാലു കുത്താൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. സ്കൂൾ കുട്ടികളും ജോലിക്ക് പോകുന്നവരുമായിട്ട് ആ ടൈമിൽ നല്ല തിരക്കാവും. തിരിച്ചു വരുമ്പോൾ 6 മണിയാവും. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അരമണിക്കൂറുണ്ട് ടൗണിലേക്ക്. ബസ് ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് കാണുന്ന നീലത്തൂർ വെഡ്ഡിംഗ് സെൻറ്റർ എന്ന് വലിയ പേര് വെച്ച പടുകൂറ്റൻ കെട്ടിടത്തിലേക്ക് അവൾ ധൃതിയിൽ നടന്നു. പഞ്ച് ചെയ്ത് സ്റ്റാഫിനുള്ള ഡ്രസ്സിംഗ് റൂമിൽ കയറി സാരി ഒന്ന് ശരിയാക്കി. മുഖം ചെറുതായെന്ന് മിനുക്കി. ഹാഷ് കളർ സാരിയും അതേ നിറത്തിലുള്ള ബ്ലൗസും ആണ് സ്റ്റാഫിൻ്റെ യൂണിഫോം. വേഗത്തിൽ ലിഫ്റ്റിൽ കയറി. അവൾക്ക് 3rd ഫ്ലോറിൽ ഉള്ള സാരി സെക്ഷനിൽ ആണ് ഡ്യൂട്ടി. അവളെത്തി എല്ലാം ഒന്ന് റെഡിയാക്കിയപ്പോഴേക്കും 3-4 ഫാമിലി വെഡ്ഡിംഗ് പർച്ചേസിന് എത്തിയിരുന്നു. പിന്നെ അവൾ തിരക്കിലേക്ക് ഏർപ്പെട്ടു. എൻ്റെ അനു നിന്ന് കാല് കടച്ചു. ഇവർക്ക് എടുക്കാനുള്ള പ്ലാൻ ഇല്ലെന്നാ തോന്നുന്നേ, അവളുടെ അടുത്ത് നിൽക്കുന്ന ശില്പ മെല്ലെ ചെവിയിൽ പറഞ്ഞു. ചിരിച്ചുകൊണ്ട് അവളോട് കണ്ണ് ചിമ്മി കാണിച്ചു അനു. ദേ, ആ ചില്ലി റെഡ് കളർ സാരി ഒന്ന് എടുത്തേ, വന്നവരിൽ ഒരു സ്ത്രീ അഹങ്കാരത്തോടെ കൽപ്പിച്ചു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അതെടുത്തു കൊടുത്തു. ഇവിടെ വരുന്നവരെല്ലാം കൂടുതലും ഇങ്ങനെയുള്ള ആളുകൾ ആയതുകൊണ്ട് അവൾക്കത് ശീലമാണ്. കസ്റ്റമർ എന്ത് പറഞ്ഞാലും തിരിച്ചൊന്നും പറയാൻ പാടില്ലെന്നതാണ് അവിടുത്തെ റൂൾ. 4 മണിക്കാണ് അവൾ ഫുഡ് കഴിക്കാനിരുന്നത്. വിശന്നിട്ട് വയ്യ, പെട്ടെന്ന് വാ, ശില്പയോട് പറഞ്ഞ് അനു ക്യാൻറ്റീനിലോട്ട് നടന്നു. അനു ചോറ് കുഴച്ച് ഒരു ഉരുള വായിൽ വെച്ചതേയുള്ളൂ. അപ്പോഴാണ് തങ്ങളുടെ ഫ്ലോറിൽ ഉള്ള അഭിഷേക് അവളെ വിളിച്ചു വന്നത്. നീയും കഴിച്ചില്ലായിരുന്നോ? അനു അവനെ നോക്കി ചോദിച്ചു. ഞാൻ നേരത്തെ കഴിച്ചു. അനു എന്താ അവർക്ക് സാരി എടുത്തു കൊടുക്കാതെ ഫുഡ് കഴിക്കാൻ പോകുന്നത്? ഞാനോ? അവർക്ക് സാരി ഇഷ്ടമായില്ലെന്ന് പറഞ്ഞ് അവർ ലെഹങ്ക സെക്ഷനിലേക്ക് പോയി. അവൾ കണ്ണ് മിഴിച്ചു പറഞ്ഞു. എന്നാൽ അവർ കംപ്ലൈൻറ്റ് ചെയ്തു, നീ സാരി എടുത്തു കൊടുത്തില്ലെന്നും പറഞ്ഞ്. അത് കേട്ടതും അവൾ ചാടി എഴുന്നേറ്റു. അങ്ങനെ പറഞ്ഞോ? ആരോട്? അവൾ പേടിയോടെ ചോദിച്ചു. അയാളോട് തന്നെ. നിന്നെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു വിട്ടതാ എന്നെ. അത് കേട്ടതും അനു നിന്ന് വിറച്ചു. ഭക്ഷണം അവളുടെ നെറുകിൽ പോയി. ശില്പ വേഗം എണീറ്റ് അവൾക്ക് വെള്ളം കൊടുത്തു.
അതും മേടിച്ചു കുടിച്ച് ഭക്ഷണം അവിടെത്തന്നെ ഇട്ട് അവൾ ഫ്ലോർ ലക്ഷ്യമാക്കി ഓടി. പാവം ആ ദുഷ്ടൻ ഇന്നവളെ കൊല്ലും. അവളുടെ പോക്ക് നോക്കി അഭിഷേക് പറഞ്ഞു. വേറെ വഴിയൊന്നുമില്ലാത്തോണ്ടാ. പിന്നെ ഇവിടെ കിട്ടുന്ന സാലറി മറ്റെവിടെയും കിട്ടില്ല. വീട് നോക്കാൻ കഷ്ടപ്പെടുന്ന ഞാനും അവളൊക്കെ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ടാ. അവളെ നോക്കി സഹതാപത്തോടെ ശില്പ പറഞ്ഞു. ലിഫ്റ്റ് ഇറങ്ങിയപ്പോഴേ അവൾ കണ്ടു, ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഇട്ട് പുറം തിരിഞ്ഞു നിൽക്കുന്നവനെ. അവൾക്ക് പേടികൊണ്ട് നടക്കാൻ വയ്യെന്ന് തോന്നുന്നു. അവൾ വരുന്നുണ്ടെന്ന് ആരോ പറഞ്ഞതും അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. ഡേവിഡ് ജോൺ. അവൻ്റെ ചുവന്ന കണ്ണുകളും ഗൗരവം നിറഞ്ഞ മുഖവും കാണെ അവൾ അവിടെ നിന്നും ഒരടി പോലും മുൻപോട്ട് ചലിക്കാനാവാതെ നിന്നു.